ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല. ഇവിടെ നമ്മൾ ഒരു കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കടയിലെ ആൾക്കാർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. ആഫ്റ്റർ ലോങ് ടൈം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇവിടെ സമയം 1 മണിയായി. ഞങ്ങളിപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിവിടെ ഈ റഹ്മത്ത് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ റഹ്മത്തിലാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതിൻ്റെ പാർക്കിംഗ് സ്പേസ് ആക്ച്വലി ഇവിടെയാണ് കേട്ടോ. പാർക്കിംഗ് സ്പേസ് അവിടെയാണെങ്കിലും ഇവർക്ക് ചെറിയൊരു ഓട്ടോ സർവീസ് ഉണ്ട്. അതായത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് സർവീസ് കസ്റ്റമേഴ്സ് ഉള്ളി കൊള്ളാം. നമ്മളിങ്ങനെ ആലോചിക്കുന്നത് എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന്. അപ്പം നമ്മളിനി എല്ലാവരും കൂടെ ഓട്ടോയിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് റഹ്മത്ത് ഹോട്ടലിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. നമ്മളിത് ഹോട്ടലിൽ എത്തി കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ, കുറച്ചൊരു 100-200 മീറ്ററേ ഉള്ളൂ. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് നിന്നാൽ മതി. അപ്പോൾ അവരൊന്ന് നമ്മളെ പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകും. ഇത് കൊള്ളാം അല്ലേ, ഒരു അടിപൊളി സംഭവം ഇതാണ്. ഈ ഹോട്ടൽ റഹ്മത്ത് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഈ ഹോട്ടൽ റഹ്മത്തിൽ നമ്മൾ എത്തി കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് കയറി നമ്മൾ പ്രീമിയം AC ഡൈനിങ്ങിലാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം നമ്മൾ ഈ 3rd ഫ്ലോറിൽ പ്രീമിയം AC ഡൈനിങ്ങിലാണ് നമ്മളിപ്പോൾ വന്ന് കയറിയത്. ഓക്കെ, അപ്പം നമ്മളിങ്ങോട്ട് കയറുന്നു. അടിപൊളിയല്ലേ, ആഹാ സെറ്റപ്പ് സ്ഥലം. ഹോട്ടൽ റഹ്മത്ത് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ 3rd ഫ്ലോറിൽ പ്രീമിയം AC ഡൈനിങ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സുബേറ എന്താ നമുക്ക് ഓർഡർ ചെയ്യേണ്ടത്? ബിരിയാണി. അതെ, കല്ലുമക്കായ. ഓക്കെ, അത് ശരി. അപ്പം നമുക്ക് ബിരിയാണിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന എല്ലാ ഫുഡും ഇതുണ്ട്. ഇതിങ്ങനെ കേട്ടോ വന്നത്. ഈ ദം ബിരിയാണിയൊക്കെ ഇങ്ങനെയാണോ വരുന്നത്? ആഹാ, അടിപൊളി. അപ്പം നമ്മൾ 4 ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മട്ടൺ റോസ്റ്റ് അല്ലേ, മട്ടൺ റോസ്റ്റ് ബിരിയാണി. ആഹാ, അടിപൊളി. അടുത്തതാണ് ഇത് ബീഫ് റോസ്റ്റ്. ആഹാ, അടിപൊളി. അടുത്തത് പോരട്ടെ, ഇത് കാട ബിരിയാണി. ഓ ഗൈസ്, ചിക്കൻ ബിരിയാണി എല്ലാം തുറന്നു വെച്ചു. അടിപൊളി അടിപൊളി. ഓ ഗൈസ്, അപ്പം നമ്മൾ ഇത്രയും ബിരിയാണിയാണ് നമ്മളിന്ന് നമ്മുടെ ലഞ്ച് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ. ഈ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതിന് ഉപരിയായിട്ട് ഇതുണ്ട്, ഇവിടെ പപ്പടം ഉണ്ട്, പിന്നെ ഇത് കാട. ആഹാ, കാടയുണ്ട്, പിന്നെ ഇതുണ്ട്. ഇത് ആക്ച്വലി പിടിക്കോഴിയാണ് ഗൈസ്. ഇതാണ് ഈ കാട. എൻ്റെ പൊന്നെ, ഇത് ഒരൊറ്റ കാടയാണ് കേട്ടോ. ഇത് നമ്മൾ കോഴിക്കോട് വന്നിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു കാട നമ്മൾ കണ്ടത്. നീ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല അല്ലേ? അടിപൊളി സംഭവമല്ലേ നോക്കി. ഇതിങ്ങനെയാണ് ഇത് കാട കിട്ടുന്നത്. ഇത് കാട എന്ന് പറയുന്നത് ഒരു ചിക്കൻ പോലെ തന്നെ ഒരു നോൺ വെജ് ആണ്. കോയിൽ നമ്മൾ കോയിൽ എഗ്സ് കഴിച്ചിട്ടില്ലേ, അത് ഇത്. വാ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഇതുണ്ടോ, നമ്മളിതിപ്പോൾ ചിക്കൻ നിറച്ചതാണ് വരുന്നത്. ആഹാ, സ്പ്രിങ് ചിക്കൻ അല്ലേ? ആഹാ, നല്ല മുട്ടയൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് നമ്മൾ കയറിയപ്പോഴല്ല, ഇപ്പോൾ ഇറങ്ങിയപ്പോൾ എന്തൊരു തിരക്കാണ്. നമ്മൾ ഈ കാണുന്ന റഹ്മത്ത് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു. നമ്മൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. നമ്മളിപ്പോൾ കോഴിക്കോടിലെ വലിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു പഴയ ഒരു അങ്ങാടിയാണിത്. അത് കോഴിക്കോട് എങ്ങനെയായിരുന്നു അതാണ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് വലിയൊരു കോഴിക്കോട് കോർപ്പറേഷൻ ആയത്. നോക്കിയേ, ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആണ്. നോക്കിയേ, അടിപൊളിയല്ലേ ഇത് കാണാൻ. അതിപ്പോഴും ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ഒരു ബിഗ് ബസാറുണ്ട്, ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് പോവാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വലിയങ്ങാടി സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് കേട്ടോ. ബിഗ് മാർക്കറ്റ്, ബിഗ് ബസാർ എന്നല്ല പറയുന്നല്ലേ. അടിപൊളി ഗൈസ്. ഇതുണ്ടോ ഇങ്ങനെ, ഇവിടുന്ന് എല്ലാ സാധനങ്ങളും ഈ പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ അത് ലോഡ് ചെയ്ത് അൺലോഡ് ചെയ്ത് വെക്കും. അപ്പം എന്നിട്ടാണ് ഇത് പല സ്ഥലത്തോട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലേ. ആഹാ, അത് കൊള്ളാം.
അരികളൊക്കെ കണ്ടില്ല, പല ടൈപ്പ് ഓഫ് അരികളാണ്. ഓ, ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നല്ലേ? അത് ശരി, ഇതുണ്ടോ? കൊള്ളാം കൊള്ളാം. അത് അരി, ഇത് സവോള, പിന്നെ ഇതൊക്കെ തന്നെ. ഇത് ഓരോ ഓയില്. ഓ അത് ശരി, കൊള്ളാം. ഇത് ഭയങ്കര നീറ്റാണ്. ഒരു 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 ചെറിയൊരു പ്ലാസ്റ്റിക് പോലും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. കൊള്ളാം, അടിപൊളിയായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വേണം ഓരോ സ്ഥലവും മെയിൻറ്റെയിൻ ചെയ്ത്. ഇതിൻ്റെ മുകളിൽ ആക്ച്വലി ഒരു ഷീറ്റ് പോലെ ഉണ്ട്, അപ്പം നല്ല തണലും കിട്ടും. പിന്നെ രണ്ട് സൈഡിൽ ആക്ച്വലി കടകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എനിക്ക് ഈ ചാക്കിനകത്തൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഈ പഴയ കടകളൊക്കെ ഇല്ലേ, പഴയ കടകളിൽ ഇങ്ങനെയല്ലേ വെക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഈ ഒരു ഉന്തുവണ്ടിയുണ്ട് കേട്ടോ, ഇതുണ്ടോ? അപ്പോൾ ഈ പണ്ട് കാലത്ത് ആക്ച്വലി ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നതിന് കാറിനൊക്കെ പകരമായിട്ട് ഈ ഒരു 2 ടയർ പോലെ ഒരു ചെറിയൊരു സാധനമുണ്ട്. അതിൽ ഇങ്ങനെ സാധനങ്ങൾ വെക്കും, എന്നിട്ട് ആൾക്കാരിങ്ങനെ ഒരാളിങ്ങനെ അത് വലിച്ചുകൊണ്ട് പോകും. അതാണ് ഈ ഒരു ഉന്തുവണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ബിഗ് ബസാറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. നല്ലൊരു കാഴ്ചയാണ്. ഇത് ആക്ച്വലി ടൂറിസ്റ്റൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. ഇതെങ്ങനെയാണ് ഇത് സംഭവങ്ങളെന്നൊക്കെ ഉള്ളത്. എനിക്കിത് ഭയങ്കര ഒരു കൗതുകമായിട്ടാണ് തോന്നിയത്. നമ്മളിത് എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയല്ലല്ലോ. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതുണ്ടോ, ഇതിൻ്റെ ഒരു വൃത്തിയാണ്. വൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എ ക്ലാസ്സാണ്, അടിപൊളി. പിന്നെ ഞങ്ങളെല്ലാവരും വന്നിട്ട് ഇതുണ്ടോ, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇസ് ഇറ്റ് നൈസ്? ഇതുണ്ട്, ഇതൊക്കെ കർണാടകയിൽ നിന്ന് വരുന്ന ലോറികളാണ് കേട്ടോ. കർണാടക മാത്രമല്ല, ഇതുണ്ട്, ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികൾ. അങ്ങനെ ഇഷ്ടം പോലെ ലോറികൾ വന്നിങ്ങനെ അടുക്കി ഇട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഓരോ സാധനങ്ങളെടുത്ത് അത് ഹോൾസെയിൽ കടകളിൽ അൺലോഡ് ചെയ്യും. ഇതാണ് ഈ ഒരു ബിഗ് ബസാർ കോഴിക്കോടിലുള്ള കാഴ്ച. അതെ, സുബൈർ എന്നോട് പറയായിരുന്നേ, ഈ ഒരു പാർക്കിങ്ങിന് ആക്ച്വലി ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഓരോ ദിവസവും ഓരോ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ഇന്ന് ഈ സൈഡിലാണെങ്കിൽ നാളെ ഈ സൈഡിലായിരിക്കും. കാരണം ആ സൈഡ് 2 സൈഡിലും ഷോപ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അസൗകര്യം വരില്ല. അപ്പം ഒരാൾക്ക് ഒരു ദിവസമാണ് ഇവിടെ അസൗകര്യമെങ്കിൽ മറ്റൊരാൾക്ക് ഈ ഒരു സൈഡിൽ അസൗകര്യം. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് അത് വരും. അത് വളരെ കൃത്യമായിട്ട് അവർ പാലിച്ചാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ കോഴിക്കോടിൻ്റെ ബിഗ് ബസാറിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ. ഇത് നമുക്ക് ഏത് സ്ഥലത്ത് ചെന്നാലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പം നമ്മൾ ഈ കോഴിക്കോട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു തനിമയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പലചരക്ക് ബിസിനസ് ചെയ്യുന്നത്. ദാറ്റ്സ് വെരി നൈസ്. എല്ലാ റെസ്റ്റോറൻറ്റ്സിനും എല്ലാം നമ്മുടെ വീടുകളിലും എല്ലാം ഓരോ ധാന്യങ്ങളൊക്കെ എത്തിക്കണമെങ്കിൽ ഈ ഒരു ബിഗ് ബസാറിൽ വന്നിട്ടാണ് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പം ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് എല്ലാവരും കൊടുക്കുന്നത്. അതാണ് ഇത്രയും നല്ല വൃത്തിയും ഇത്രയും നല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ ആ ഒരു കച്ചവടം നടക്കുന്നത്. ഇതുണ്ട്, ഇതൊരു ജോക്കർ വിസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് മുതലാളിയുടെ ഫോട്ടോയെന്ന് തോന്നുന്നു ഈ ഒരു അരിയുടെ മണ്ടലിങ്ങനെ വെച്ചിരിക്കുന്നത്. ബയ്യ ഗ്രൂപ്പ്. നിങ്ങൾ കോഴിക്കോട് വന്നിട്ട് എത്ര പേര് ഈ ഒരു ബിഗ് ബസാറിൽ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ വേറെ വല്ല കാഴ്ചകളുണ്ടെങ്കിൽ അത് എന്നോടൊന്ന് പറയണം. നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബിഗ് ബസാറിൻ്റെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഞാൻ മിസ് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇത് എടുക്കുക? 52 വെറൈറ്റി അരി ഉണ്ട് ഇവിടെ. ഓ, ഇത് നോക്കി, ഈ അരി മറ്റേ പൊടിയരിക്കഞ്ഞിക്ക് പോലത്തെ അരി. കഞ്ഞി അരി ഇതല്ലേ, ശങ്കർപ്പൊടി. കഞ്ഞി ചോറൊക്കെ വെക്കുന്നതാണ്, നാടൻ കുത്തേരിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. എവിടെയാണെന്നറിയോ? നമ്മൾ മിഠായി തെരുവിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. കോഴിക്കോട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മിഠായി തെരുവിൽ പോയില്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ. അത് കുറച്ചിലെന്നല്ല, അതൊരു വലിയൊരു കാര്യമല്ലേ, നമുക്കത് മിസ്സാക്കാൻ പറ്റിയല്ല. നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ തെരുവോരങ്ങളെല്ലാം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്.
ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോരോ കടകൾ ഉണ്ട്. നമ്മുടെ പുറകെ കാണുന്ന എല്ലാം കുറേ കടകളുണ്ട്. പിന്നെ ഈ സൈഡിലും ഫ്രണ്ടിലും എല്ലാം കടകളാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ സുബൈറിനോട് ചോദിച്ചു, ഇവിടെ ഈ മിഠായി തെരുവ് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം, അങ്ങനെ മിഠായി തെരുവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. ഇപ്പോൾ അത് കൂടുതലും ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഗൈസ് മിഠായി തെരുവ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, എന്ത് ജനത്തിരക്കാണെന്നറിയോ? ഞാനിതിങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ട് പോവാണ്. ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല, നമ്മൾ നേരെ നടന്നു പോകും. അതല്ല ഹീറോയിസ്. ഞാനിപ്പോൾ ഹലുവ മേടിക്കാൻ വേണ്ടിയാണ് ഇതിലൂടെ വന്നത്. നമുക്ക് നോക്കാം ഇവിടെ ഈ മിഠായി തെരുവിൽ ഏറ്റവും നല്ല ഹലുവ എവിടെയാണ് കിട്ടുന്നതെന്ന്. ഇതിൻ്റെ അകത്തൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഈ വണ്ടി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൻ്റെ അകത്ത് വണ്ടിയൊന്നും കയറ്റത്തില്ലെന്ന്. ആക്ച്വലി ഇങ്ങനെ വണ്ടിയൊന്നും നമ്മൾ അനുവദിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ മിഠായി തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഒരു ഹൽവ ഷോപ്പ് ഒന്ന് കണ്ടുപിടിച്ച് തരാമോ പ്ലീസ്? കുറേ നേരമായിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. എവിടെ? ഇത് നമുക്ക് ട്രെയിൻ എടുക്കണ്ട കേട്ടോ, 3:30 കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോവാണ്. മടുത്തോ മോനെ? ഈ മിഠായി തെരുവുണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു 2 സൈഡിലും ഇങ്ങനെ കടകളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇതുകൊണ്ട് ഇതിൻ്റെ മേളിലൊരു ടർപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ അതൊക്കെ നല്ല കവറായിട്ടിരിക്കും. മനസ്സിലായോ? അപ്പം അടിപൊളിയല്ലേ ഇത്? അപ്പം നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ കോഴിക്കോടൻ ഹൽവ നമ്മൾ മേടിക്കാൻ പോകുന്നത്. കൈരളി സ്വീറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം. ഇവിടെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് ഹൽവയൊക്കെ പലതരത്തിലുള്ള ഹൽവകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി, ഷേ അടിപൊളി. അപ്പം ഈ ഹൽവയൊക്കെ നമുക്ക് ഇങ്ങനെ കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നത്. ഭയങ്കര മധുരമാണ്. ഇത്ര തരത്തിലുള്ള ഹലുവയാണ്. ഇതൊക്കെ മൊത്തം ഹലുവകളാണ് ഇരിക്കുന്നത് കേട്ടോ. പൊന്നെ, നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്. എങ്ങനെ പേരെങ്ങനെ? ഷാബാസ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. അതുകൊണ്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഹൽവയും കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. നമ്മളിനിയിപ്പം നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഈ കടയുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. കടയുടെ പേരാണ് കൈരളി സ്വീറ്റ്സ്. കൊള്ളാം. ഇതുണ്ടോ, കൈരളി സ്വീറ്റ്സ്. പിന്നെ ഇതുണ്ട് ഐ ലവ് കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, ഇതുണ്ട് ഇവിടുന്ന് ഹൽവ, അങ്ങനത്തെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കടയിലെ ആൾക്കാർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. അവർ പറയും നിങ്ങൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തില്ലല്ലോ, അതാണ് ഇതാണെന്നൊക്കെ പറയും. അവസാനം ഞങ്ങൾ ഒരു കടയിൽ നിന്ന് നമ്മൾ മേടിച്ചല്ലേ സാധനം. എന്തൊക്കെയാണ് മേടിച്ചത്? കുറേ മറ്റേ ഹൽവയും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ ഇങ്ങനെ ക്യാമറയും പിടിച്ചത് നടക്കുകയാണെങ്കിൽ കുറേ പേര് വന്ന് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയൊക്കെയാണ് വിളിക്കുന്നത്. കോഴിക്കോടായിട്ട് സ്നേഹം അറിയാമല്ലോ, അടിപൊളിയാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 3ാമത്തെ ദിവസമായി. അപ്പം 3 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു. ഫസ്റ്റ് നമ്മൾ കോഴിക്കോട് നമ്മൾ പരിധി കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പിന്നെ വയനാട് പോയി കഴിഞ്ഞിട്ട് പിന്നെ കക്കായം, അങ്ങനെ എന്തേറെ സ്ഥലങ്ങളിലാണ് പോയത്. ഇന്ന് തന്നെ നമ്മൾ കുറേ റെസ്റ്റോറൻറ്റ്സും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പം ഇന്നത്തെ ഒരു എക്സ്ക്ലൂസീവ് ഒരു വീഡിയോ ആണ്. നമ്മൾ കോഴിക്കോട്ടിലെ പല കാര്യങ്ങളും, നമ്മൾ ചരിത്രപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കാണിക്കുകയും ചെയ്തു. ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പം ഇതെല്ലാം നമുക്ക് സാധ്യമാക്കി തന്നത് മിസ്റ്റർ സുബൈർ. അപ്പം സുബൈറിനെ കോണ്ടാക്ട് ചെയ്യേണ്ടവർക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പുള്ളി ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. ഇവിടുത്തെ കോഴിക്കോട് വരണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ID എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഗോ ആൻഡ് ചെക്ക് ഔട്ട് ദിസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സുബൈർ. ആൻഡ് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞു. വളരെ ഹാപ്പിയാണ് ഇത്രയും ദിവസം നമ്മുടെ കൂടെ അടിപൊളിയായിട്ട്. ആഫ്റ്റർ ലോങ് ടൈം നമ്മൾ ഇനി നേരെ വന്ദേ ഭാരത് എടുത്ത് നമ്മൾ കോട്ടയത്തോട്ട് പോകും, നേരെ പാലയിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി സർപ്രൈസ് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ വരുന്നുണ്ട്. Stay tuned for that and I will see you guys later. This is Tony Chan and family with Subay from Kozhikode signing out. Bye.